രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കിഡിലൻ രുചിയിലുള്ള മട്ടൻ റോസ്റ്റ് ആണ്. മട്ടൻ ലവേഴ്സ് ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു റോസ്റ്റ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് 1 കിലോ മട്ടനാണ്. ഇത് വൃത്തിയായിട്ട് ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ വിനീഗറൊക്കെ ഇട്ട് കഴുകി കൊഴുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ നീക്കി എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 മുഴുവൻ നാരങ്ങയുടെ നീര്, 2 പച്ചമുളക് കീറിയത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിയിലും വെക്കാം കേട്ടോ. ഏതാ നിങ്ങളുടെ സൗകര്യം അതുപോലെ ചെയ്യാം. നമ്മളിട്ട മസാല കൂട്ട് മട്ടൻ്റെ എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് പിടിക്കണം. അതുപോലെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. 2 മണിക്കൂർ കഴിഞ്ഞു. മാരിനേറ്റ് ചെയ്ത മട്ടൻ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് 4 വിസിലിന് ഇനി വേവിച്ചെടുക്കണം. അപ്പോൾ മട്ടൻ നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു റോസ്റ്റിന് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു 1/4 കപ്പ് കൊത്തിയ തേങ്ങയുണ്ടല്ലോ പല്ല് പോലെ, അതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല ഗോൾഡൻ നിറാവണ സമയത്ത് നീളത്തിൽ അരിഞ്ഞ് വെച്ച് 5 സവാള വലുത് കേട്ടോ, അതാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണ വരെ നമ്മൾ റോസ്റ്റ് ചെയ്യണം. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മൊരിച്ചെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് മൊരിഞ്ഞ് വന്നില്ലെങ്കിൽ റോസ്റ്റ് കഴിക്കണ സമയത്ത് അതിലൊരു കയ്പ്പ് സ്വാദ് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് സവാള നല്ല ഡാർക്ക് ആവണ വരെ മൊരിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചവാസന പോണവർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇത് ഇനി നന്നായിട്ട് വഴണ്ട് വരണം. നല്ല സോഫ്റ്റായിട്ട് പേസ്റ്റ് പോലെ ആവണം കേട്ടോ. അപ്പോൾ അതുപോലെ ആയി വരണം. അപ്പോൾ ഞാൻ പാത്രം മാറ്റുകയാണ്. കാരണം മട്ടൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ എല്ലാം കൂടെ തികയില്ല എന്നൊരു സംശയം വന്നു. അപ്പോൾ ഞാൻ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് വേണം ഇത് വറ്റിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെക്കുക. വീണ്ടും തുറന്ന് നോക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, അടച്ച് വെക്കുക. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് വറ്റി വന്ന ശേഷം ഞാൻ വീണ്ടും നോൺ സ്റ്റിക്ക് കടായിലേക്ക് തന്നെ മാറ്റി 1 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും കുറച്ചുകൂടെ ഡ്രൈ ആയ ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, വീണ്ടും 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കുക.
അപ്പോൾ ഇപ്പോൾ നമ്മുടെ മട്ടനിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.